ഇലക്ട്രോ ഐടിയുടെ ഓൺലൈൻ ക്ലാസ്സിലോട്ട് എല്ലാ ACR വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ഇതുവരെ നമ്മൾ റെഫ്രിജറേഷൻ സിസ്റ്റത്തെക്കുറിച്ചാണ് പഠിച്ചത്. ആ ഒരു സിസ്റ്റത്തിൽ കംപ്രസറിനെ കുറിച്ചും കണ്ടൻസറിനെ കുറിച്ചും ഇവാപ്പറേറ്ററിനെ കുറിച്ചും നമ്മൾ പഠിച്ചു. അതിൽ അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് എക്സ്പാൻഷൻ ഡിവൈസസ്. അപ്പോൾ നമുക്ക് നേരെ ചാപ്റ്ററിലോട്ട് കിടക്കാം. ഒരു എക്സ്പാൻഷൻ ഡിവൈസ് എവിടെയാണ് ആദ്യം ഘടിപ്പിക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ കണ്ടൻസറിൻ്റെയും ഇവാപ്പറേറ്ററിൻ്റെയും ഇടയിലായിട്ടാണ് നമ്മുടെ എക്സ്പാൻഷൻ ഡിവൈസസ് ഉപയോഗിക്കുന്നത്. എക്സ്പാൻഷൻ ഡിവൈസസിൻ്റെ മറ്റൊരു പേരാണ് ത്രോട്ട്ലിംഗ് ഡിവൈസസ്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ എക്സ്പാൻഷൻ ഡിവൈസസ് എന്നും ത്രോട്ട്ലിംഗ് ഡിവൈസസ് എന്നും പറയും. രണ്ടും ഒന്നാണ്. ഓക്കെ, അത് ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ കണ്ടൻസറിൻ്റെയും ഇവാപ്പറേറ്ററിൻ്റെയും ഇടയിലാണ് നമ്മുടെ ഈ ഒരു എക്സ്പാൻഷൻ ഡിവൈസ് അല്ലെങ്കിൽ ത്രോട്ട്ലിംഗ് ഡിവൈസ് ഉപയോഗിക്കുന്നത്. ഈ ഒരു ഡിവൈസ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഈ ഒരു ഡിവൈസ് പ്രഷർ ചേഞ്ചസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. നമുക്കറിയാം, കണ്ടൻസറിൽ നിന്നും വരുന്ന ലോ ടെമ്പറേച്ചറിലും ഹൈ പ്രഷറിലുമുള്ള ലിക്വിഡ് എങ്ങോട്ടാ പോകുന്നത്? നമ്മുടെ എക്സ്പാൻഷൻ ഡിവൈസസിലൂടെ കടന്ന് എങ്ങോട്ട് പോകും? ഇവാപ്പറേറ്ററിലോട്ട് പോകുന്നു. ഇവാപ്പറേറ്ററിൽ എന്താണ്? ഇവാപ്പറേറ്ററിൽ നമ്മുടെ റെഫ്രിജറൻറ്റിനെ, അതായത് തണുത്ത റെഫ്രിജറൻറ്റിനെ ഹീറ്റ് വലിച്ചെടുത്ത് അത് ഇവാപ്പറേറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇവാപ്പറേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് സ്മൂത്ത് ചെയ്യാൻ വേണ്ടി, അതായത് ആ ഒരു പ്രോസസ്സ് സ്മൂത്ത് ആവാൻ വേണ്ടി, അതായത് ആ ഒരു ചെറിയ ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടെങ്കിൽ കൂടി ആ ഒരു ഹീറ്റിനെ, ചെറിയ ഹീറ്റ് ആണെങ്കിൽ കൂടി ആ ഒരു ഹീറ്റിനെ വലിച്ചെടുത്ത് ഇവാപ്പറേറ്റ് ആവണം, അതായത് വേപ്പർ സ്റ്റേറ്റിലോട്ട് മാറണം നമ്മുടെ റെഫ്രിജറൻറ്റ്. അതിന് വേണ്ടിയിട്ടാണ് അവിടെ പ്രഷർ കുറക്കുന്നത്. ഓക്കെ, ആ പ്രഷർ കുറക്കാൻ ആരാണ് സഹായിക്കുന്നത്? നമ്മുടെ ഈ ഒരു എക്സ്പാൻഷൻ ഡിവൈസസ് ആണ് ഇതിന് സഹായിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവാപ്പറേറ്ററിൻ്റെ പ്രോസസ്സ് നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രഷർ കുറക്കണം. ഓക്കെ, ഇവാപ്പറേറ്ററിൽ എത്തുന്ന റെഫ്രിജറൻറ്റിൻ്റെ പ്രഷർ കുറക്കണം. അവിടെ ടെമ്പറേച്ചർ ഓൾറെഡി കുറവാണ്. ആരാണ് കുറച്ചത്? നമ്മുടെ കണ്ടൻസറാണ് കുറച്ചത്. അപ്പോൾ ആ ഒരു പ്രഷർ നമുക്ക് ഡിക്രീസ് ചെയ്യാൻ, കുറക്കാൻ വേണ്ടിയിട്ട് ആരാ സഹായിക്കുന്നത്? ഈ ഒരു എക്സ്പാൻഷൻ ഡിവൈസസ് ആണ് നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ നമുക്ക് നോട്ടിലോട്ടൊന്ന് കിടക്കാം. A expansion valve is a device used in a refrigeration system to change the pressure of a refrigerant. എന്താണ് നമ്മുടെ എക്സ്പാൻഷൻ വാൽവ് എന്ന് പറഞ്ഞത്? എന്താണ്? ഈ ഒരു നമ്മുടെ റെഫ്രിജറേഷൻ സിസ്റ്റത്തിൻ്റെ പ്രഷർ ചേഞ്ചസ് വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു ഡിവൈസ് യൂസ് ചെയ്യുന്നത്. റെഫ്രിജറൻറ്റ് ഇൻ എ ഇവാപ്പറേറ്റർ മസ്റ്റ് ബി അറ്റ് എ ലോ പ്രഷർ ടു ഇവാപ്പറേറ്റ് അറ്റ് ലോ ടെമ്പറേച്ചർ. എന്താണ്? റെഫ്രിജറൻറ്റ്, ഇവാപ്പറേറ്ററിൽ എത്തുന്ന റെഫ്രിജറൻറ്റ് എപ്പോഴും ലോ പ്രഷർ ആണ്. എന്തിനു വേണ്ടിയിട്ട്? ഇവാപ്പറേറ്ററിലുള്ള ടെമ്പറേച്ചറിനെ, ലോ ടെമ്പറേച്ചറിലും ആ ഒരു നമ്മുടെ റെഫ്രിജറൻറ്റിനെ ഇവാപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ഇവാപ്പറേറ്ററിൽ എത്തുന്ന റെഫ്രിജറൻറ്റിൻ്റെ പ്രഷർ കുറക്കണം. എന്നാൽ മാത്രമാണ് ചെറിയ ടെമ്പറേച്ചർ വേരിയേഷൻ ഉണ്ടായാൽ പോലും നമ്മുടെ റെഫ്രിജറൻറ്റ് ഇവാപ്പറേറ്ററിൽ ഇവാപ്പറേറ്റ് ചെയ്ത് പോകുള്ളൂ, വേപ്പർ സ്റ്റേറ്റിലോട്ട് പോകുള്ളൂ. ഓക്കെ, ദ ലിക്വിഡ് റെഫ്രിജറൻറ്റ് ഇൻ എ കണ്ടൻസിങ് യൂണിറ്റ് ഈസ് അറ്റ് എ റിലേറ്റീവ്ലി ഹൈ പ്രഷർ so that the unit may operate automatically. An automatic refrigerant flow control must be used. അപ്പോൾ എന്താണ്? നമ്മുടെ കണ്ടൻസിങ് യൂണിറ്റ്, അതായത് കണ്ടൻസറിൽ എന്താ ചെയ്യുന്നത്? അതിനെ ലിക്വിഡ് ആക്കുക മാത്രം ചെയ്യുന്നത്. പക്ഷേ എന്താ, കണ്ടൻസറിൽ നിന്നും വരുന്ന റെഫ്രിജറൻറ്റ് ഹൈ പ്രഷറിലാണ്, ലോ ടെമ്പറേച്ചറും ഹൈ പ്രഷറിലുമാണ്. ആ ഒരു ഹൈ പ്രഷറിലുള്ള നമ്മുടെ റെഫ്രിജറൻറ്റിനെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് പ്രഷർ കുറക്കണം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കൺട്രോളിംഗ് ഡിവൈസസ്, അതായത് ഈ കൺട്രോളിംഗ് ഡിവൈസ് എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പാൻഷൻ ഡിവൈസസ് യൂസ് ചെയ്യുന്നത്. ദിസ് കൺട്രോൾ ഈസ് പ്ലേസ്ഡ് ഇൻ സർക്യൂട്ട് ബിറ്റ്വീൻ ലിക്വിഡ് ലൈൻ ആൻഡ് ദ ഇവാപ്പറേറ്റർ. ഈ ഒരു ഡിവൈസ്, അതായത് എക്സ്പാൻഷൻ ഡിവൈസ് എവിടെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്? ലിക്വിഡ് ലൈൻ, അതായത് നമ്മളെ കണ്ടൻസറിൻ്റെയും നമ്മുടെ ഇവാപ്പറേറ്ററിൻ്റെയും ഇടയിലായിട്ടാണ് ഇത് സാധാരണയായിട്ട് ഘടിപ്പിക്കുന്നത്. സാധാരണയായിട്ടല്ല, ഇത് ഘടിപ്പിക്കുന്നത് എവിടെയാണ്? നമ്മുടെ കണ്ടൻസറിൻ്റെയും ഇവാപ്പറേറ്ററിൻ്റെയും ഇടയിലായിട്ടാണ് ഈ ഒരു എക്സ്പാൻഷൻ ഡിവൈസസ് ഘടിപ്പിക്കുന്നത്. ഇറ്റ് റെഡ്യൂസസ് ഹൈ പ്രഷർ ഇൻ ദ ലിക്വിഡ് ലൈൻ to low pressure in the evaporator.
എന്താണ് ഇതെന്താ സഹായിക്കുന്നത്? ഈ ഒരു എക്സ്പാൻഷൻ ഡിവൈസസ് എന്തിനാണ് സഹായിക്കുന്നത്? ഹൈ പ്രഷറിലുള്ള ലിക്വിഡിനെ ലോ പ്രഷറിലോട്ട് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ഈ ഒരു എക്സ്പാൻഷൻ ഡിവൈസസ് നമ്മളെ സഹായിക്കുന്നത്. ഓക്കെ, എന്തിനാണ് ഒരു എക്സ്പാൻഷൻ ഡിവൈസസ് ഉപകാരം എന്ന് ചോദിച്ചാൽ നമ്മളെ മനസ്സിൽ ആദ്യം ഓടി വരുന്നത് എന്താണ്? ഹൈ പ്രഷറിലുള്ള ലിക്വിഡിനെ ലോ പ്രഷറിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ എക്സ്പാൻഷൻ ഡിവൈസസ് ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിൽ ആക്കണം. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് എക്സ്പാൻഷൻ ഡിവൈസസ്. ഞാനിപ്പോൾ പറഞ്ഞതാ കുറേ എക്സ്പാൻഷൻ ഡിവൈസ് അല്ലെങ്കിൽ ത്രോട്ട്ലിംഗ് ഡിവൈസ് എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞത് അല്ലേ? അപ്പോൾ ഏതൊക്കെ ടൈപ്സ്? ഓക്കെ, എക്സ്പാൻഷൻ ഡിവൈസസ് അല്ലെങ്കിൽ ത്രോട്ട്ലിംഗ് ഡിവൈസസ് പല ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ആ ടൈപ്സ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ ഞാനൊരു 8 ടൈപ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്താണ് കാപ്പിലറി ട്യൂബ്സ്. ഓക്കെ, ഒന്നാമത്തെ കാപ്പിലറി ട്യൂബ്സ്. 2 സോളിനോയിഡ് വാൽ. 3 ഹാൻഡ് ഓർ മാനുവലി ഓപ്പറേറ്റഡ് വാൽ. 4 ലോ സൈഡ് ഫ്ലോട്ട്. 5 ഹൈ സൈഡ് ഫ്ലോട്ട്. 6 ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൽ. 7 തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൽ. 8 ഇലക്ട്രോണിക് എക്സ്പാൻഷൻ വാൽ. ഓക്കെ, ഇങ്ങനെ 8 തരത്തിലുള്ള എക്സ്പാൻഷൻ വാൽവുകളുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഓരോ വാൽവുകളും നമുക്ക് പഠിക്കാനുണ്ട്. ഫസ്റ്റ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഭാഗങ്ങളാണ് കാപ്പിലറി ട്യൂബും സോളിനോയിഡ് വാൽവും. ഓക്കെ, ആ ഒരു ഭാഗം വൃത്തിയായിട്ട് എന്തായാലും പഠിക്കണം. ബാക്കിയുള്ള ഭാഗങ്ങൾ വർക്കിംഗ് അറിഞ്ഞിരിക്കണം. അതിൻ്റെ ഫിഗറൊക്കെ നമുക്ക് ഈ ഒരു സെക്ഷൻ്റെ ബാക്കിയായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ എങ്ങോട്ട് പോകാം? കാപ്പിലറി ട്യൂബിലോട്ട് കിടക്കാം. ഓക്കെ, കാപ്പിലറി ട്യൂബ് സാധാരണ റെഫ്രിജറേഷൻ സിസ്റ്റത്തിൽ, അതായത് നോർമൽ റെഫ്രിജറേഷൻ സിസ്റ്റത്തിൽ, നിങ്ങളുടെ വീട്ടിലുള്ള റെഫ്രിജറേഷൻ, അതായത് നമ്മൾ ഫ്രിഡ്ജ്, AC-യിലൊക്കെ സാധാരണയായി എക്സ്പാൻഷൻ ഡിവൈസസ് ആയി ഉപയോഗിക്കുന്നതാണ് എന്ത്? കാപ്പിലറി ട്യൂബ്സ്. ഈ ഒരു ട്യൂബ് ഞാൻ നിങ്ങൾക്ക് റിയൽ ആയിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ റെഫ്രിജറേഷൻ, അതായത് ഒരു ഫ്രിഡ്ജിൻ്റെ ബാക്കിൽ ഞാൻ നിങ്ങൾക്ക് ആ ഒരു ട്യൂബിൻ്റെ ചെറിയൊരു ട്യൂബൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഓർത്ത് നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, ആ ഒരു ചെറിയ ഒരു ട്യൂബ്, ചെറിയ ഇൻറ്റേർണൽ ഡയമീറ്റർ, സ്മാൾ ഇൻറ്റേർണൽ ഡയമീറ്റർ ആണ്. സ്മാൾ ഇൻറ്റേർണൽ ഡയമീറ്ററുള്ള ഒരു ട്യൂബാണ് എന്ത്? ഈ ഒരു കാപ്പിലറി ട്യൂബ്. ഈ ഒരു കാപ്പിലറി ട്യൂബ് നിങ്ങൾ ഈ ഫിഗറിൽ കാണുന്ന പോലെ അതിന് ഈ ഒരു പ്രഷർ ഡ്രോപ്പ് ചെയ്യാൻ വേറൊരു മെക്കാനിസം ഒന്നുമില്ല. ഒരു മെക്കാനിക്കൽ ആയിട്ടുള്ള മൂവിങ് പാർട്ടോ ഒന്നുമില്ല. ഒരു ട്യൂബ് മാത്രമാണ് എന്ത്? ഈ ഒരു എക്സ്പാൻഷൻ ഡിവൈസ്. ഈ ഒരു ട്യൂബാണ് എന്ത് ചെയ്യുന്നത്? ഹൈ പ്രഷറിലുള്ള ലിക്വിഡിനെ ലോ പ്രഷറിലോട്ട് മാറ്റുന്നത്. അപ്പോൾ ഈ ഒരു ട്യൂബ് എങ്ങനെയാണ് ഹൈ പ്രഷറിലുള്ള ഒരു ലിക്വിഡിനെ ലോ പ്രഷറിലോട്ട് മാറ്റുന്നത് എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാകും. ഓക്കെ, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു കാപ്പിലറി ട്യൂബ് എന്താണെന്ന് നമുക്ക് ആദ്യമായിട്ട് നോക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞതുപോലെ റെഫ്രിജറേഷൻ, നോർമലായിട്ട് റെഫ്രിജറേഷൻ, കോമൺലി യൂസ്ഡ് റെഫ്രിജറേഷൻ സിസ്റ്റത്തിൽ, കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന റെഫ്രിജറേഷൻ സിസ്റ്റത്തിൽ കാണപ്പെടുന്ന എക്സ്പാൻഷൻ ഡിവൈസസ് ആണ് എന്ത്? കാപ്പിലറി ട്യൂബ്. ഓക്കെ, ഈ ഒരു ട്യൂബ് ചെറിയതായിരിക്കും, വളരെ ചെറുതായിരിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ? സ്മോൾ ഇൻറ്റേർണൽ ഡയമീറ്റർ, ചെറിയ ഇൻറ്റേർണൽ ഡയമീറ്ററോട് കൂടിയ വലിയ ലെങ്ത്തിലുള്ള ട്യൂബായിരിക്കും. ഓക്കെ, വലിയ ലെങ്ത് ഉണ്ടാവും, കൂടുതൽ ലെങ്ത് ഉണ്ടാവും, ചെറിയ ഡയമീറ്റർ ഈകാരം. ഓക്കെ, അതിൻ്റെ ഡയമീറ്റർ ചെറുതീകാരം, പക്ഷെ എന്താ വലിയ കുറേ ലെങ്ത്തിൽ ഉണ്ടാവും. ഓക്കെ, പിന്നെന്താണ്? ഈ ഒരു ട്യൂബ് നിർമ്മിച്ചിട്ടുള്ളത് കോപ്പർ കൊണ്ടാണ്. ഓക്കെ, കോപ്പർ എന്ന മെറ്റീരിയൽ കൊണ്ടാണ് എന്ത്? ഈ ഒരു ട്യൂബ് നിർമ്മിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഈ ഒരു ട്യൂബ് മാത്രം നമ്മൾ പ്രഷർ ഡ്രോപ്പ് ചെയ്യുന്നത്, അതായത് ഹൈ പ്രഷറിലുള്ള ലിക്വിഡിനെ ലോ പ്രഷറിലോട്ട് എങ്ങനെ മാറ്റുന്നു എന്നുള്ളത് നോക്കാം. ഇത് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഈ ഒരു പൈപ്പിലൂടെ നമ്മൾ ഈ ഒരു ട്യൂബിലൂടെ നമ്മുടെ ഹൈ പ്രഷറിലുള്ള ലിക്വിഡ് കടത്തിവിടും. ഓക്കെ, കടത്തിവിടുമ്പോൾ ഇതിൻ്റെ ഡയമീറ്റർ ഞാൻ പറഞ്ഞത് എന്താ? വളരെ ചെറുതാണ്. ഓക്കെ, വളരെ ചെറുതാണ്. ആ ഡയമീറ്റർ 0.5 mm to 2.28 mm വരെയാണ് ആ ഒരു ഡയമീറ്റർ. ഓക്കെ, അതിൻ്റെ ഡയമീറ്റർ ഉള്ളത്. ഓക്കെ, അത്ര ചെറിയ തിന്നായിട്ടുള്ള ട്യൂബാണ്. അതിലൂടെ കടത്തിവിടുമ്പോൾ അതിലൂടെ നമ്മൾ ഈ ലിക്വിഡ് ആയിട്ടുള്ള റെഫ്രിജറൻറ്റിനെ കടത്തിവിടുമ്പോൾ അവിടെ ആ ഫ്ലോനെ റെസിസ്റ്റ് ചെയ്യും. നമ്മുടെ ഈ ട്യൂബിൻ്റെ ഉള്ളിലുള്ള വാള് നമ്മുടെ റെഫ്രിജറൻറ്റിനെ ഫ്ലോനെ റെസിസ്റ്റ് ചെയ്യും.
തന്മൂലമാണ് എന്ത് അവിടെ പ്രഷർ ഡ്രോപ്പ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ട്യൂബിലൂടെ നമ്മുടെ റെഫ്രിജറന്റ് പാസ് ചെയ്യുമ്പോൾ ആ ട്യൂബിന്റെ സൈഡിൽ എന്താണ് വാളാണ് അല്ലേ, ആ വാളിലൂടെ പാസ് ചെയ്യുമ്പോൾ എന്താണ് ഈ റെഫ്രിജറന്റ് പാസ് ചെയ്യുമ്പോൾ ഈ വാളിൽ തട്ടിയാണ് പോകുന്നത്. കാരണം എന്താ, അവിടുത്തെ ഡയമീറ്റർ ഏറ്റവും ചെറുതാണ്. അപ്പോൾ എന്താവും, കുറച്ച് വന്നാൽ കൂടി അത് എല്ലാം എന്തുണ്ടാവും നമ്മുടെ ഈ ഒരു ട്യൂബിന്റെ വാളിൽ തട്ടും. ഓക്കെ, ആ ഒരു ട്യൂബിന്റെ വാളിൽ തട്ടിപ്പോകുന്നത് കൊണ്ട് എന്താവും, അതിന് ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും, ഫ്ലോനെ റെസിസ്റ്റ് ചെയ്യും. അതായത് സ്മൂത്ത് ആയിട്ട് ഫ്ലോ ചെയ്യൂല, അതിന് ആ ഒരു സ്പീഡ്, ഓക്കെ, ആ ഒരു ഫ്ലോന്റെ സ്പീഡൊക്കെ റെസിസ്റ്റ് ചെയ്തും കുറക്കും. ഓക്കെ, ഈ വാളിന്റെ റെസിസ്റ്റൻസ് കാരണം ആ ഒരു ഫ്ലോ എന്താവും, ആ ഒരു ഫ്ലോക്ക് ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും. ഓക്കെ, അത് കാരണമാണ് എന്ത് നമ്മുടെ ട്യൂബിന്റെ അകത്തുള്ള ട്യൂബ് അങ്ങനെ തട്ടി പോവല്ലേ. ഓക്കെ, അത് തന്മൂലം കുറേ ലെങ്ത് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ എന്താവും, ആ ഫ്ലോന്റെ ആ ഒരു ഫ്ലോനെ നമ്മൾ റെസിസ്റ്റ് ചെയ്യും. തന്മൂലം എന്താവും, ആ ഒരു ലിക്വിഡിന്റെ പ്രഷർ ഡ്രോപ്പ് ഉണ്ടാവും. ഓക്കെ, അതുകൊണ്ടാണ് എന്ത് ഹൈ പ്രഷറിൽ, തുടക്കത്തിൽ ഹൈ പ്രഷറാണ് ട്യൂബിന്റെ ഈ എക്സ്പാൻഷൻ ഡിവൈസസ് കടന്ന്, അതായത് ഇപ്പൊ നമ്മൾ കാപ്പിലറി ട്യൂബാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ ഒരു കാപ്പിലറി ട്യൂബ് കഴിഞ്ഞുകാണ്ട് എങ്ങനെ വരിക, ലോ പ്രഷറിലുള്ള ലിക്വിഡ് ആയിട്ട് മാറും. ഓക്കെ, അത് എങ്ങനെയാണ്, ഈ ഒരു റെസിസ്റ്റൻസ് കൊണ്ടാണ് എന്ത് അവിടെ പ്രഷർ ഡ്രോപ്പ് ഉണ്ടാകുന്നത്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെക്കാനിസം ആണ്. ഓക്കെ, വലിയ ഒരു മെക്കാനിക്കൽ പാർട്ട് വന്ന് ആ ഫ്ലോനെ കൺട്രോൾ ചെയ്യുന്നല്ല ചെയ്യുന്നത്. എന്താണ്, സ്മൂത്ത് ആയിട്ട് എന്താണ് ചെറിയ ഇന്റേണൽ ഡയമീറ്റർ ഉള്ള ട്യൂബിലൂടെ നമ്മൾ ലിക്വിഡ് ആയിട്ടുള്ള റെഫ്രിജറന്റിനെ പാസ് ചെയ്യുമ്പോൾ എന്താവും, ഇന്റേണൽ റെസിസ്റ്റൻസ്, ഓക്കെ, വാളിലുള്ള ഇന്റേണൽ റെസിസ്റ്റൻസ് കാരണം ആ ഫ്ലോക്ക് എന്തുണ്ടാവും, റെസിസ്റ്റൻസ് കൂടും. ഓക്കെ, തന്മൂലം എന്താവും അവിടെ പ്രഷർ ഡ്രോപ്പ്, പ്രഷർ കുറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊരു സിമ്പിൾ മെത്തേഡാണ്. ഓക്കെ, അതുകൊണ്ടാണ് എന്ത് കൂടുതലായിട്ട് റെഫ്രിജറേഷൻ സിസ്റ്റത്തിൽ ഇത് ഉപയോഗിക്കാൻ കാരണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു നോട്ടിലോട്ട് കിടക്കാം. ഓക്കെ, നോട്ടിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്, എന്നാലും ഞാൻ വായിച്ചു പറയാം. ഓക്കെ, കാപ്പിലറി ട്യൂബ്സ് is one of the most commonly used throttling device in the refrigeration system. കാപ്പിലറി ട്യൂബ് ആണ് എന്ത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ത്രോട്ട്ലിംഗ് ഡിവൈസസ് ആയിട്ട്, അതായത് നമ്മുടെ എക്സ്പാൻഷൻ ഡിവൈസസ് ആയിട്ട് കൂടുതലായിട്ട് റെഫ്രിജറേഷൻ സിസ്റ്റത്തിൽ കാണപ്പെടുന്നത് എന്താണ്, കാപ്പിലറി ട്യൂബാണ്. രണ്ടാമത്തെ പോയിന്റ് നോക്കാം. ദ കാപ്പിലറി ട്യൂബ് ഈസ് എ കോപ്പർ ട്യൂബ് ഓഫ് വെരി സ്മോൾ ഇന്റേണൽ ഡയമീറ്റർ. കാപ്പിലറി ട്യൂബ് എന്താ, കോപ്പർ പറഞ്ഞ മെറ്റൽ കൊണ്ടാണ് കോപ്പർ കൊണ്ടാണ് ഈ ട്യൂബ് നിർമ്മിച്ചിട്ടുള്ളത്. പിന്നെന്താ, അതിന്റെ ഇന്റേണൽ ഡയമീറ്റർ, അകത്തുള്ള ഡയമീറ്റർ, ഓക്കെ, ഇന്റേണൽ ആയിട്ടുള്ള ആ പൈപ്പിന്റെ ഡയമീറ്റർ എന്താ വളരെ ചെറുതായിരിക്കും. ഇറ്റ് ഈസ് ഓഫ് വെരി ലോങ് ലെങ്ത് ആൻഡ് ഇറ്റ് ഈസ് കോയിൽഡ് ടു സെവറൽ ടേൺസ് സോ ദാറ്റ് ഇറ്റ് വുഡ് occupy less space. എന്താണ്, ഇത് വലിയ ലെങ്ത് ഉണ്ട്. ഓക്കെ, വലിയ ലെങ്ത് ആണ്. ഓക്കെ, കുറച്ചൊന്നല്ല, കുറേ മീറ്റർ ഉണ്ടാവും. ഓക്കെ, 10 മീറ്റർ അങ്ങനെ കുറേ മീറ്റർ ഉണ്ടാവും. ഓക്കെ, ആ ഒരു സാധനം ചെറിയ, ഞാൻ പറഞ്ഞ ഡയമീറ്റർ ഒക്കെ ചെറുതാണ്, അത് കാരണം നമുക്ക് ചുറ്റി വെക്കാം. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന കാപ്പിലറി ട്യൂബ് ചുറ്റിയായിട്ട് വെച്ചിട്ടുള്ളത് അല്ലേ, ഒരു കെട്ടായിട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പൊ എന്താ, ആ ചെറിയൊരു സ്പേസിൽ അത് വെക്കാൻ നമുക്ക് കഴിയും. ഓക്കെ, ചുറ്റി വെക്കുന്നത് കാരണം എന്താവും, ചെറിയൊരു സ്പേസിൽ നമുക്ക് ഇത് കൊണ്ടുവെക്കാൻ പറ്റും. അടുത്ത പോയിന്റ്, ദ റെഫ്രിജറന്റ് ഹാസ് ടു ഓവർകം ദ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദ ട്യൂബ് വാൾ. ദിസ് ലീഡ് ടു സം പ്രഷർ ഡ്രോപ്പ്. എന്താണ്, ഈ ഒരു റെഫ്രിജറന്റ് ഈ ഒരു പൈപ്പിന്റെ അകത്തുകൂടെ, സ്മോൾ ഡയമീറ്റർ ഉള്ള പൈപ്പിന്റെ അകത്തുകൂടെ പോകുന്ന റെഫ്രിജറന്റ് ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ്, അതായത് നമ്മുടെ ട്യൂബിന്റെ അകത്തെ വാൾ, അകത്തെ ചുമര് കാരണമുള്ള ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ഉണ്ടാകും ആ ഒരു ഫ്ലോക്ക് എതിരായിട്ട്. അത് കാരണമാണ് അവിടെ പ്രഷർ ഡ്രോപ്പ് ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഓക്കെ, എങ്ങനെയാണ് പ്രഷർ ഡ്രോപ്പ് ഉണ്ടാകുക, അതായത് ഹൈ പ്രഷറിന്ന് ലോ പ്രഷറിലോട്ട് എങ്ങനെ മാറുന്നത് എന്ന് ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ്, the internal diameter of capillary tube used for the refrigeration and air conditioning application varies from 0.5 to 2.8 mm. അതായത് ഈ ഒരു കാപ്പിലറി ട്യൂബ് സാധാരണയായിട്ട് റെഫ്രിജറേഷൻ സിസ്റ്റത്തിലും, അതായത് ഫ്രിഡ്ജിലും എ സിയിലും ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, അവിടെ ഈ ഒരു കാപ്പിലറി ട്യൂബിന്റെ ഇന്റേണൽ ഡയമീറ്റർ, ട്യൂബിന്റെ അകത്തുള്ള ഡയമീറ്റർ 0.5 to 2.8 mm, 2.28 mm വരെയാണ്. ഓക്കെ, 0.5 mm, അര സെന്റിമീറ്റർ അല്ല പറഞ്ഞത്, എന്താ 0.5 mm ആണ്. അപ്പൊ എത്ര സ്മോൾ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. 0.5 mm ആണ് പറഞ്ഞത്. ഓക്കെ, സെന്റിമീറ്റർ അല്ല, mm ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്താവും, അത്രയും സ്മോൾ ആണ്. ഓക്കെ, അത്രയും ചെറുതാണ്. അത് മുതൽ എങ്ങോട്ടാണ്, 2.8 mm വരെ.
ഓക്കെ 2.8 mm വരെയാണ് ഇതിന്റെ ഡയമീറ്റർ, ഇന്റേണൽ ഡയമീറ്റർ സാധാരണയായിട്ട് കാണപ്പെടുന്നത്. Capillary tube used as throttling device in domestic refrigerator, deep freezer, water cooler and air conditioner. ഓക്കെ, കാപ്പിലറി ട്യൂബ് ത്രോട്ടിൽ ഡിവൈസസ് ആയിട്ട് ഉപയോഗിക്കുന്നത്, അതായത് കാപ്പിലറി ട്യൂബ് ആണ് ഈ ഒരു എക്സ്പാൻഷൻ ഡിവൈസ് അല്ലെങ്കിൽ ത്രോട്ടിൽ ഡിവൈസസ് ആയി ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? ഡൊമസ്റ്റിക് റെഫ്രിജറേറ്റർ, അതായത് വീട്ടിൽ ഉപയോഗിക്കുന്ന ഫ്രിഡ്ജ്, ഓക്കെ, വീട്ടിൽ ഉപയോഗിക്കുന്ന റെഫ്രിജറേറ്ററിൽ, ഡീപ്പ് ഫ്രീസർ അതായത് ഐസ്ക്രീം കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്ന റെഫ്രിജറേറ്ററിൽ, പിന്നെ വാട്ടർ കൂളർ, അത് നിങ്ങൾ വാട്ടർ കൂളർ തണുത്ത വെള്ളം എടുക്കുന്ന കൂളർ കണ്ടിട്ടുണ്ടാവും അല്ലെ, ആ ഒരു വാട്ടർ കൂളറിൽ, അതുപോലെ എയർ കണ്ടീഷണർ, അതായത് നമ്മുടെ എ സിയിലും ഈ ഒരു കാപ്പിലറി ട്യൂബ് ആണ് എന്ത് എക്സ്പാൻഷൻ ഡിവൈസസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് ഈ ഒരു കാപ്പിലറി ട്യൂബിനെ കുറിച്ച് പറയാനുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. എന്ത് ലോ പ്രഷറിന്ന് ഹൈ പ്രഷറിന്ന് ലോ പ്രഷറിലോട്ടുള്ള ലിക്വിഡ് ആക്കി മാറ്റാനുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെക്കാനിസം ആണ് എന്ത് കാപ്പിലറി ട്യൂബ്. ഓക്കെ, ഇതിനൊരു മെക്കാനിക്കൽ പാർട്ടൊന്നും ഇല്ലാത്തത് കാരണം മെയിൻ്റെനൻസ് അതായത് ഇത് നന്നാക്കേണ്ട കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. അപ്പോൾ ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഇറ്റ് ഈസ് ഇൻഎക്സ്പെൻസീവ്, എന്താണ് പൈസ വളരെ കുറവാണ്. എന്താ ആ ഒരു കോപ്പർ ട്യൂബ് വാങ്ങിയാൽ മാത്രം മതി. ഓക്കെ, ആ ഒരു റെഫ്രിജറേഷൻ സിസ്റ്റം ഉണ്ടാകുമ്പോൾ ആ ഒരു കോപ്പർ ട്യൂബ് വാങ്ങും. ഓക്കെ, വേറെ അതിൽ മെക്കാനിസം എന്തെങ്കിലും മൂവ് ചെയ്യുന്ന പാർട്ട് ഒന്നുമില്ല. ഓക്കെ, ആ ഒരു ഫ്രിഡ്ജ് വർക്ക് ചെയ്യാൻ എത്ര ലൈഫ് ഉണ്ട് അത്രയും ലൈഫ് വർക്ക് ചെയ്യാൻ എന്താവും ആ ഒരു കോപ്പർ ട്യൂബ് മാത്രം മതി. ഓക്കെ, ഈ ഒരു കാപ്പിലറി ട്യൂബ് ആയിട്ടുള്ള കോപ്പർ കൊണ്ടുള്ള ആ ഒരു ട്യൂബ് മാത്രം മതി. ഓക്കെ, ആ ഒരു ലൈഫ് ടൈം, ആ ഒരു ഫ്രിഡ്ജിന്റെ ലൈഫ് ടൈമിൽ അത് മാത്രം ഉപയോഗിച്ചാൽ മതി, വേറെ ഒന്നും ഉപയോഗിക്കണ്ട. അത് റിപ്പയർ ചെയ്യേണ്ട ആവശ്യമോ ഇല്ല, അത് റിപ്പയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, അതിന് മൂവിങ് പാർട്ടില്ല, അത് കാരണമാണ് എന്ത് അത് റിപ്പയർ ചെയ്യാനൊന്നും വരില്ല. ഓക്കെ, അത് ഒരു ഫസ്റ്റ് അഡ്വാൻറ്റേജസ് ആണ്. ഓക്കെ, ബാക്കിയുള്ള മെക്കാനിസം ഒക്കെ ഇപ്പോൾ കംപ്രസറിലൊക്കെ എന്താവും പിസ്റ്റൺ സിലിണ്ടർ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതൊരു മൂവിങ് പാർട്ടാണ്. അപ്പോൾ അവിടെ കംപ്ലൈന്റ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ എന്താവും നമ്മുടെ ഈ ഒരു ട്യൂബ് ആയിട്ട് ഉപയോഗിക്കുന്നത് കാരണം എന്താവും ഇതിൽ കംപ്ലൈൻറ്റ്സ് കുറവാകും. ഓക്കെ, അത് മാത്രമല്ല ഇത് വളരെ ചീപ്പാണ്. ഓക്കെ, വളരെ വില കുറഞ്ഞു കിട്ടും. ആ ഒരു കോപ്പറിന്റെ ട്യൂബിന്റെ ആ ഒരു വില മാത്രമേ ഉള്ളൂ, കോപ്പർ ആയതുകൊണ്ടുള്ള വില മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള മെക്കാനിസത്തിന് അതായത് ഇതിന്റെ മെയിൻ്റെനൻസിനൊക്കെ വളരെ ചീപ്പാണ്. ഓക്കെ, രണ്ടാമത്തെ അഡ്വാൻറ്റേജ് ഇറ്റ് ഡസ് നോട്ട് ഹാവ് എനി മൂവിങ് പാർട്സ് ഹെൻസ് ഇറ്റ് ഡസ് നോട്ട് റിക്വയർ മെയിൻ്റെനൻസ്. എന്താണ് ഇതിന് മൂവിങ് പാർട്ട് ഇല്ലാത്തത് കാരണം മെയിൻ്റെനൻസ് ഇല്ല. ഓക്കെ, അതിന് മെയിൻ്റെനൻസ് ഉണ്ടാവില്ല. എന്താണ് മൂവിങ് പാർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എന്ത് അവിടെ മെയിൻ്റെനൻസ് വരാൻ സാധ്യതയുള്ളൂ. ഓക്കെ, ഇവിടെ മൂവിങ് പാർട്ടൊന്നുമില്ല, അതുകൊണ്ട് മെയിൻ്റെനൻസ് കുറവായിരിക്കും. ഇനി ഡിസ്അഡ്വാൻറ്റേജ്, എന്താണ് ഡിസ്അഡ്വാൻറ്റേജ്? ഇറ്റ് കനോട്ട് അഡ്ജസ്റ്റ് itself to change the flow conditions in response to daily or seasonal variation in ambient temperature and load. ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ഒരു കാലാവസ്ഥ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് തണുപ്പുള്ള, ഇപ്പോൾ കേരളത്തെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മഴക്കാലമുണ്ട്, ഒരു ചെറിയൊരു മഞ്ഞുകാലമുണ്ട്, പിന്നെ വേനൽക്കാലമുണ്ട്. ഓക്കെ, ഈ ഒരു കണ്ടീഷനൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ ടെമ്പറേച്ചറിൻ്റെ റേഞ്ച് വ്യത്യാസപ്പെടും. ഓക്കെ, മഴക്കാലത്തൊക്കെ ഒരു 24 ആ റേഞ്ചിലേക്ക് കയറാം. വേനൽക്കാലം ആകുമ്പോൾ എന്താവും ഇപ്പോൾ 40 ഒക്കെ വരുന്നുണ്ട്, 40 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്താവും ഈ ടെമ്പറേച്ചർ ഡിഫറൻസിനനുസരിച്ച് നമ്മുടെ റെഫ്രിജറേറ്ററിൽ പോകുന്ന, അതായത് എത്ര ആ ഒരു ഇവാപ്പറേറ്ററിൽ എത്രത്തോളം റെഫ്രിജറൻറ്റ്, തണുത്ത റെഫ്രിജറൻറ്റ്, ലോ ടെമ്പറേച്ചറിൽ ലോ പ്രഷറിലുള്ള റെഫ്രിജറൻറ്റ് എത്തി, അതാണ് എന്ത് നമ്മുടെ ഈ ഒരു റെഫ്രിജറേഷൻ സിസ്റ്റത്തിന്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്നത്. അതാണ് നമ്മൾ തണുപ്പിക്കുന്നത്. ഇവാപ്പറേറ്ററിൽ എത്രത്തോളം റെഫ്രിജറൻറ്റ് എത്തി, ഓക്കെ, അത് കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഈ ഒരു ഇവാപ്പറേറ്റർ ആണ്. അപ്പോൾ ഒരു കോയിലായിട്ട് ഇപ്പോൾ ഇത് ചേഞ്ച് ചെയ്യാനൊന്നുമില്ല, ഏത് കാലത്തും ഒരേ ഫ്ലോ ആയിരിക്കും ഈ ഒരു കോയിലിന്റെ ഉള്ളിലൂടെ ഉണ്ടാവും. അത് കാരണം നമുക്ക് ടെമ്പറേച്ചർ അനുസരിച്ച്, അപ്പോൾ നമ്മുടെ സീസണൽ ആയിട്ടുള്ള ടെമ്പറേച്ചറിനനുസരിച്ച് ഈ ഒരു ഫ്രിഡ്ജിനെ തണുപ്പിക്കാനും കൂളാക്കാനും കഴിയില്ല എന്നാണ് ഈ ഒരു ഡിവൈസ് ഉപയോഗിച്ചാൽ ഉണ്ടാവുന്ന ഒരു ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞത്. പിന്നെ അത് മാത്രമല്ല ലോഡ്. ഓക്കെ, എത്ര ഇപ്പോൾ നമ്മൾ ഫ്രിഡ്ജൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ഒരു കപ്പാസിറ്റി ഇത്ര ലിറ്റർ ഫ്രിഡ്ജാണ്. ഓക്കെ, അതിന്റെ മുകളിൽ അത് വെക്കാൻ പറ്റൂല. ഓക്കെ, അതിനുള്ള സ്പേസ് ഉണ്ടാവില്ല. മാത്രമല്ല എന്താവും അതിന് മുകളിൽ അതിനൊരു കപ്പാസിറ്റി ഉണ്ട്. ഓക്കെ, അതെന്താ ഈ ഒരു കാപ്പിലറി ട്യൂബ് കൂടുതൽ ലോഡൊന്നും ഇതിൻ്റെ അകത്ത് വെക്കാൻ പറ്റില്ല. അപ്പോൾ കൂടുതൽ ലോഡ് വെച്ചിട്ട് നമുക്ക് കൂടുതലായിട്ട് റെഫ്രിജറൻറ്റിനെ ഫ്ലോ ചെയ്താൽ എന്താവും നമുക്കത് തണുപ്പിച്ചെടുക്കാം. പക്ഷേ ഈ ഒരു കാപ്പിലറി ട്യൂബ് അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല, ഒരു നിശ്ചിത ഫ്ലോ മാത്രമേ അതിലുണ്ടാവുള്ളൂ. അത് കാരണം എന്താവും നമുക്ക് ഈ ഒരു കൂടുതൽ ലോഡ്
ഇതിലേക്ക് വെക്കാൻ പറ്റും. ഈ റെഫ്രിജറേഷൻ സിസ്റ്റത്തിൽ കൂടുതൽ ലോഡ് കൊടുക്കാൻ കഴിയില്ല. ഇപ്പോൾ AC ആണെങ്കിൽ 1 ടൺ 2 ടൺ 1.5 ടൺ ഒക്കെ അങ്ങനെ കൊടുത്തിട്ടുള്ള എന്താ ഒരു റൂമിനനുസരിച്ചൊക്കെ AC കൊടുക്കുന്നത് അല്ലേ. അത് കാരണം എന്താ ആ ഒരു അവിടെ ഉപയോഗിച്ച കാപ്പിലറി ട്യൂബ് എങ്ങനത്താണ്, നമ്മുടെ ഈ കാപ്പിലറി ട്യൂബായിട്ടാണ് ഉപയോഗിച്ചത്. എക്സ്പാൻഷൻ ഡിവൈസസ് കാപ്പിലറി ട്യൂബായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് കാരണമാണ് എന്ത് അവിടെ അങ്ങനെ ഒരു ഓവർലോഡ് കൊടുക്കാൻ കഴിയില്ല. ഓക്കെ, ഒരു ഫിക്സഡ് ലോഡ് ഉണ്ടാവും, അതിൻ്റെ മുകളിൽ കൊടുക്കാൻ കഴിയില്ല എന്നാണ് എന്ത് അതിൻ്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എന്ത് ഒരു കാപ്പിലറി ട്യൂബിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ ടൈപ്പിലെ ഒന്നാമത്താണ് എന്ത് കാപ്പിലറി ട്യൂബ്. എക്സ്പാൻഷൻ ഡിവൈസസ് പല ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു, അതിൽ ഒന്നാമത്തെ ടൈപ്പായിരുന്നു കാപ്പിലറി ട്യൂബ്. അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നതാണ് എന്ത് സോളിനോയിഡ് വാൽവ്. ഓക്കെ, അടുത്തൊരു എക്സ്പാൻഷൻ ഡിവൈസ് അല്ലെങ്കിൽ ഒരു ത്രോട്ട്ലിംഗ് ഡിവൈസസ് ആണ് എന്ത് നമ്മുടെ സോളിനോയിഡ് വാൽവ് എന്ന് പറയുന്നത്. ഈ ഒരു സോളിനോയിഡ് വാൽവ് എവിടെയാണ് ഘടിപ്പിക്കുക, നമ്മുടെ കണ്ടൻസറിൻ്റെയും ഇവാപ്പറേറ്ററിൻ്റെയും ഇടക്കായിട്ടാണ് എന്ത് ഈ ഒരു സോളിനോയിഡ് വാൽവ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇവിടെ എങ്ങനെയാണ് ഈ ഒരു ഹൈ പ്രഷറിലുള്ള ലിക്വിഡ് ലോ പ്രഷറിലോട്ട് മാറുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നേരത്തെ എങ്ങനെയായിരുന്നു ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് കാരണം അവിടെ പ്രഷർ ഡ്രോപ്പ് ഉണ്ടാകുക. പക്ഷേ ഈ ഒരു സിസ്റ്റത്തിൽ അങ്ങനെയല്ല. ഇതൊരു നിങ്ങൾ ഫിഗർ കണ്ടാൽ തന്നെ മനസ്സിലാവും അല്ലേ, ഒരു ചെറിയ ഡിവൈസ് ആണ്. ഓക്കെ, അതിൻ്റെ ഒരു ഭാഗത്ത് നമ്മൾ കണ്ടൻസറിൽ നിന്ന് വരുന്ന പൈപ്പും കൊടുക്കും, മറ്റേ ഭാഗത്ത് ഇവാപ്പറേറ്ററിലോട്ട് പോകുന്ന പൈപ്പും കൊടുക്കും. ഓക്കെ, ഈ ഒരു ഡിവൈസ് അവിടെ പ്രഷർ ചേഞ്ചസ് ഉണ്ടാക്കുകയാണ്, പ്രഷർ ഡ്രോപ്പ് കുറക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് ഈ ഒരു സെക്ഷനിലൂടെ നമുക്ക് നോക്കാം. A solenoid is a simple form of an electromagnet consisting of a coil of insulated copper wire. A solenoid valve frequently used to control the flow of liquid or gas. ഇവിടെ പറഞ്ഞെന്താ സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ എന്താവും, ഒരു ഇലക്ട്രോമാഗ്നറ്റിക്. നിങ്ങളിപ്പോൾ പഠിച്ചിട്ടുണ്ടാവും എന്ത് ഈ ഒരു ജനറേറ്റർ മോട്ടോർ എന്നുള്ള ഭാഗമൊക്കെ ഇലക്ട്രിക്കലിൽ പഠിച്ചിട്ടുണ്ടാവും. എന്താവും ഒരു കോയിലിൽ നമ്മൾ കറണ്ട് കൊടുക്കുകയാണ്, ഒരു കോയിൽ കൂടി കറണ്ട് പാസ് ചെയ്യുമ്പോൾ എന്താവും അവിടെ അതായത് മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. അത് കാരണമാണ് എന്ത് നമ്മളെ മോട്ടോറൊക്കെ വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ആ ഒരു സെയിം മെക്കാനിസം ആണ് എന്ത് ഇവിടെയും കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു സോളിനോയിഡ് വാൽവ് ഉപയോഗിക്കുന്ന കാരണം എന്താവും നമുക്ക് നമ്മുടെ ലിക്വിഡിൻ്റെയോ അല്ലെങ്കിൽ ഗ്യാസിൻ്റെയോ ഫ്ലോയെ നമുക്ക് കൺട്രോൾ ചെയ്യാം. ഓക്കെ, ഇങ്ങനെ കൺട്രോൾ ചെയ്തുണ്ടാവും, കുറച്ച് ഫ്ലോ കൊടുത്താൽ എന്താവും അവിടെ കുറച്ച് റെഫ്രിജറൻറ്റ് മാത്രമാണ് ഇവാപ്പറേറ്ററിലോട്ട് പോകുള്ളൂ. അപ്പോൾ എന്താവും ഈ ഒരു വാൽവിൻ്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും അനുസരിച്ച് നമ്മൾ പ്രഷർ ഡ്രോപ്പ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് നോക്കാം. ഓക്കെ, അത് നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് നോക്കാം. ഇതാണെന്ത് നമ്മുടെ ഒരു സോളിനോയിഡ് വാൽവിൻ്റെ ഫിഗർ. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുള്ളതാണ് ഒരു സോളിനോയിഡ് വാൽവിൻ്റെ ഫിഗർ. ഓക്കെ, ഇതിൻ്റെ ആദ്യം എന്തൊക്കെ പാർട്ടുകളാണെന്ന് നോക്കാം. ഓക്കെ, ഒരു സ്റ്റേഷനറി കോർ ഉണ്ട്. ഓക്കെ, മനസ്സിലാക്കുക, ഒരു സ്റ്റേഷനറി കോർ ഉണ്ട്. പിന്നെന്താ കോയിൽ കണക്ഷൻ, അതായത് ഈ ഒരു മാഗ്നറ്റിന് എന്ത് വേണം, കറണ്ട് കിട്ടണം. കറണ്ട് കിട്ടിയാൽ മാത്രമാണ് എന്ത് മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. കോയിൽ മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ കുറേ കാലമായിട്ട് പഠിച്ചിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്താവും ഒരു സപ്ലൈ കൊടുക്കണം, അതിനാണ് ഈ 2 വയർ കൊടുക്കുന്നത്. പിന്നെന്താവും ഒരു മൂവബിൾ കോർ. ഓക്കെ, ഇത് ഫിക്സഡ് ആണ്, ഇത് മൂവബിൾ ആണ്. ഇത് മുകളിലോട്ടും താഴോട്ടും പോകുന്ന ഒരു കോർ ഉണ്ട്. പിന്നെ ഒരു സ്പ്രിങ് ഉണ്ട്. ഓക്കെ, താഴത്ത് എന്താ ഒരു വാൽവ് ഉണ്ട്. ഇതാണ് ആ ഒരു വാൽവ്. ഓക്കെ, ഇത് ഇൻലെറ്റ്, ഇത് ഔട്ട്ലെറ്റ്. ഇത് 2 ഫിഗറാണ്, ഓപ്പണിങ്ങും ക്ലോസിങ്ങും കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലുള്ള ഭാഗങ്ങൾ ഏതാണ്, ഒരു കോറ്, ആർമേച്ചർ അല്ലെങ്കിൽ സ്റ്റേഷനറി കോറ്. ഓക്കെ, വൈൻഡിങ്സ് എന്ന് പറയാം. സ്റ്റേഷനറി കോറുണ്ട്, ഒരു മൂവബിൾ കോറുണ്ട്, ഒരു സ്പ്രിങ് ഉണ്ട്. ഇതാണെന്ത് അതിൻ്റെ പ്ലഞ്ചർ എന്ന് പറഞ്ഞ ഭാഗം. ഓക്കെ, ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ഇവിടെ ഞാൻ പറഞ്ഞ എന്താണ്, നമ്മൾ ഈ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഒക്കെ പഠിച്ചു. അതായത് മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്താവും നമ്മുടെ ആർമേച്ചറിന് മൂവ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെ നമ്മൾ കുറേ പഠിച്ചതാണ്. അപ്പോൾ ഈ ഒരു മെക്കാനിസം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ നോർമൽ കണ്ടീഷനിൽ ഇത് എപ്പോഴും ക്ലോസ് ആയിരിക്കും. ഓക്കെ, നോർമൽ കണ്ടീഷനിൽ ഈ ഒരു വാൽവ് എപ്പോഴും ക്ലോസ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഇതാണ് ഇവിടുത്തെ ഇൻലെറ്റ്, അതായത് നമ്മുടെ കണ്ടൻസറിൽ നിന്നും വരുന്ന ലിക്വിഡ് വരുന്ന ഭാഗം. ഓക്കെ, കണ്ടൻസറിൽ നിന്നും ലിക്വിഡ് വരുന്ന ഭാഗമാണ് ഇതാണ് എന്ത് ഇവാപ്പറേറ്ററിലോട്ട് ലിക്വിഡ് പോകുന്ന ഭാഗം. അപ്പോൾ ഇത് ഇൻലെറ്റും ഇത് ഔട്ട്ലെറ്റും ആണ്. അപ്പോൾ ഇൻലെറ്റ് സാധാരണ കണ്ടീഷനിൽ അവിടെ
കറണ്ട് കൊടുക്കാത്ത കണ്ടീഷനിൽ എന്താവും ക്ലോസ് ആയിരിക്കും. എങ്ങനെ ക്ലോസ് ആവുന്നത്? ഇവിടെ നോക്കിയാൽ മതി. ഇൻലെറ്റ് ഇവിടെ വേറെ ഓപ്പണിംഗ് ഉണ്ടോ? ഈ ഔട്ട്ലെറ്റിലോട്ട് പോകാനുള്ള ഓപ്പണിംഗ് ഇല്ല. ഈ ഒരു പ്ലഞ്ചർ മുകളിലോട്ട് പോരുമ്പോൾ മാത്രമാണ് ഇതിലൂടെ പാസേജ് ഉണ്ടാവുള്ളൂ. ഈ ഒരു നോർമൽ കണ്ടീഷനിൽ ഇത് എപ്പോഴും ക്ലോസ് ആയിട്ടാണ് ഇരിക്കുക. ഓക്കെ, എപ്പോഴാണോ നമ്മൾ കറണ്ട് കൊടുക്കുന്നത് അപ്പോൾ മാത്രമാണ് ഇത് ഓപ്പൺ ആവും. ഓക്കെ, അപ്പോൾ എന്താവും? നോർമൽ കണ്ടീഷനിൽ ഇത് ക്ലോസ് ആയിരിക്കും. അതായത് നമ്മുടെ കണ്ടൻസറിൽ നിന്നും വരുന്ന ലിക്വിഡ്, ഹൈ പ്രഷറിലുള്ള ലിക്വിഡ് ഇവിടെ ഇങ്ങനെ നിൽക്കും. ഓക്കെ, നമ്മൾ എപ്പോഴാണോ കറണ്ട് കൊടുക്കുന്നത്, ഈ കോയിലിന് നമ്മൾ കറണ്ട് കൊടുക്കുമ്പോൾ എന്താവും? ഈ ഒരു കോയിലിന് കറണ്ട് കൊടുക്കുമ്പോൾ ഇവ മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഇത് മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്താവും? ഒരു മാഗ്നറ്റ് ആയിട്ട് ഇത് മാറും. ഓക്കെ, ഈ നമ്മുടെ കോറ് അല്ലെങ്കിൽ മൂവബിൾ കോറ്, പ്ലഞ്ചർ എന്ന് പറയുന്ന ഭാഗം നിർമ്മിച്ചിട്ടുള്ളത് ഇരുമ്പ് കൊണ്ടാണ്, അയൺ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. അയൺ കൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ അലോയ് കൊണ്ടോ ആണ് നിർമ്മിച്ചിട്ടുള്ളത്. അത് കാരണം എന്താവും? ഈ ഒരു ഇവിടെ മാഗ്നറ്റിക് ഫ്ലക്സ് ഒരു കാന്തത്തിന്റെ പോലെ ഉണ്ടാവുമ്പോൾ എന്താവും? നമ്മുടെ ഇരുമ്പൊക്കെ എന്താവും? അങ്ങോട്ട് ആകർഷിക്കും അല്ലേ? ഒരു അങ്ങോട്ട് ആകർഷണം, അതായത് ആ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ഇപ്പോൾ കാന്തം കൊണ്ട് നമ്മൾ ഇരുമ്പിന്റെ ഭാഗത്ത് വെച്ചാൽ ഒരു ആകർഷണ ബലം നിങ്ങൾക്ക് കാണും അല്ലേ? ഒരു ബലം അങ്ങോട്ട് ഉണ്ടാവും. ഓക്കെ, ഇരുമ്പിന്റെ അകത്തോട് നമ്മൾ കാന്തം കൊണ്ടാണ്ട് ഒരു ഒട്ടിപ്പിടിക്കുന്ന ഒരു ഇത് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെയാണ് എന്ത് ഇവിടെ നമ്മൾ കറണ്ട് കൊടുക്കുമ്പോൾ ഇതൊരു മാഗ്നറ്റ്, ഈ ഒരു കോയിൽ, ഓക്കെ, ഈ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള സ്റ്റേഷനറി ആയിട്ടുള്ള കോറ് എന്താവും? മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഒരു നമ്മുടെ മൂവബിൾ ആയിട്ടുള്ള കോറ് അല്ലെങ്കിൽ ആർമേച്ചർ അല്ലെങ്കിൽ പ്ലഞ്ചർ എന്നൊക്കെ വിളിക്കുന്ന ഈ ഒരു കോറ് എന്താവും? ഈ ഒരു ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ചത് കാരണം ഇത് ആദ്യം താഴേക്കാരം നമ്മൾ കറണ്ട് കൊടുക്കുമ്പോൾ താഴേക്കാരം ഇവിടെ മാഗ്നറ്റിക് ഫ്ലക്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്താവും? ഈ ഒരു കോറ് മുകളിലോട്ട് മൂവ് ചെയ്യും. ആ ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഇവിടെ മാഗ്നറ്റിക് ഫ്ലക്സ്. ഈ ഡോട്ടഡ് ലൈന് മാഗ്നറ്റിക് ഫ്ലക്സ് ആണ് കാണിച്ചിരുന്നത്. അപ്പം എന്താവും? ഇങ്ങനെ മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാകുമ്പോൾ ഈ ഒരു ഇരുമ്പിന്റെ കോറ് അങ്ങോട്ട് ആകർഷിക്കും. ഓക്കെ, മുകളിലോട്ട് പോകും. ആകർഷിക്കുമ്പോൾ ഒരു മൂവ് ചെയ്യാനുള്ള ഒരു പാസേജും കൊടുത്തിട്ടുണ്ട്. അപ്പം എന്താവും? മുകളിലോട്ട് പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? മുകളിലോട്ട് പോകുമ്പോൾ നമ്മുടെ പ്ലഞ്ചറും മുകളിലോട്ട് വരും. ആദ്യം ഇവിടെ ക്ലോസ് ആയിരുന്നു, ഇപ്പം എന്താവും? മുകളിലോട്ട് പോയത് കാരണം ഈ ഒരു പ്ലഞ്ചറും മുകളിലോട്ട് പോയി. മുകളിലോട്ട് പോയപ്പോൾ എന്താവും? ഇവിടെ ഇൻലെറ്റ് എന്താവും? ഈ ഒരു പോർട്ട് ഓപ്പൺ ആയി. ഓക്കെ, ഈ ഒരു പോർട്ട് ഓപ്പൺ ആയത് കാരണം ഇൻലെറ്റിലൂടെ നമ്മുടെ ലിക്വിഡ് ആയിട്ടുള്ള റെഫ്രിജറന്റ് വരും. ഓക്കെ, ലിക്വിഡ് ആയിട്ടുള്ള റെഫ്രിജറന്റ്, ഹൈ പ്രഷറുള്ള ലിക്വിഡ് ആയിട്ടുള്ള റെഫ്രിജറന്റ് വരും. അതെന്താവും? നമ്മുടെ ഈ ഒരു പാസേജിലൂടെ പോകും. അപ്പോൾ ഈ ഒരു വാൽവ് ഓപ്പണിങ്ങോ കുറച്ചും മാഗ്നറ്റിക് ഫ്ലക്സ് എത്രത്തോളം അവിടെ മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു അതിനനുസരിച്ചാണ് ഈ വാൽവ് ഓപ്പൺ ആവുന്നതും ക്ലോസ് ആവുന്നതും. ഓക്കെ, ആ ഒരു ഓപ്പൺ ആവുന്നതും ക്ലോസ് ആവുന്നതും ഇപ്പം ഇതിന് കറണ്ട് കൊടുക്കണം. കറണ്ട് കൊടുക്കുന്നതനുസരിച്ചാണ് അവിടെ മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ എന്താവും? നമ്മുടെ റെഫ്രിജറേറ്ററിന്റെ അകത്തുള്ള ലോഡിനെ നോക്കിയിട്ടാണ് എത്രത്തോളം കറണ്ട് കൊടുക്കുന്ന കാര്യം. അതൊക്കെ വേറൊരു ഇലക്ട്രോണിക് സർക്യൂട്ടാണ്. അത് നമ്മൾ ഇതിന് കഴിഞ്ഞിട്ട് പഠിക്കും. അപ്പം എന്താവും? എത്രത്തോളം കറണ്ട് കിട്ടി, അപ്പം എന്താവും? മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യും. അത് കാരണം നമ്മളെ കോറ് മുകളിലോട്ട് പോയി. അപ്പം എന്താവും? കോറ് മുകളിലോട്ട് പോകുമ്പോൾ ഈ ഒരു പോർട്ട് ഓപ്പൺ ആവും. തന്മൂലം എന്താവും? ഈ ഒരു ലിക്വിഡ് ആയിട്ടുള്ള റെഫ്രിജറന്റ് നമ്മൾ ഇവാപ്പറേറ്ററിലോട്ട് എത്തുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്ലഞ്ചർ കുറച്ച് തുറക്കും, മീൻസ് അതിന് എത്രത്തോളം കറണ്ട് കിട്ടി അതിനനുസരിച്ചാണ് ഈ പ്ലഞ്ചർ മുകളിലോട്ട് പോകുന്നത്. കുറച്ച് കറണ്ട് കിട്ടിയാൽ കുറച്ച് മുകളിലോട്ട് പോകുള്ളൂ. കറണ്ടിനനുസരിച്ച്, അതായത് ലോഡിനനുസരിച്ചാണ് ഇവിടെ കറണ്ട് വരേണ്ടത്. ഓക്കെ, അതനുസരിച്ച് ഈ വാൽവ് ഓപ്പൺ ആകുമ്പോൾ പ്രഷർ ഡ്രോപ്പ് ഉണ്ടാകും. ആ ഒരു പ്രഷർ ഡ്രോപ്പ് ഉള്ള റെഫ്രിജറന്റ് എങ്ങോട്ട് പോകും? നമ്മുടെ ഇവാപ്പറേറ്ററിലോട്ട് പോകും. ഓക്കെ, ഈ ഒരു മെക്കാനിസം സിമ്പിൾ ആയിട്ടുള്ള ഒരു മെക്കാനിസം ആണ് അല്ലേ? എന്താ, ഗാന്ധം ഉപയോഗിച്ച് നമ്മൾ വർക്ക് ചെയ്യുന്നൊരു മെക്കാനിസം അല്ലേ? ഗാന്ധം എങ്ങനെയാണ്? ഇവിടെ ഇലക്ട്രിക്കലി ഓപ്പറേറ്റഡ് ആണ്. ഓക്കെ, ഇലക്ട്രിക്കലി ഓപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു മെക്കാനിസം ആണ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഈ ഒരു കോയിലിനെ എനർജൈസ് ചെയ്യുമ്പോൾ, അതായത് കറണ്ട് കൊടുക്കുമ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. തന്മൂലം നമ്മൾ പ്ലഞ്ചർ ബാക്കിലോട്ട് മൂവ് ചെയ്തിട്ട് എന്താവും? ഈ ഒരു വാൽവ് ഓപ്പൺ ആവും. ഇപ്പോൾ എപ്പോഴാണോ ഈ ഒരു വാൽവ് എപ്പോഴും ഇങ്ങനെ പാസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. ചില കണ്ടീഷനിൽ നമുക്ക് ക്ലോസ് ചെയ്യേണ്ട ആവശ്യം വരും. അങ്ങനത്തെ കണ്ടീഷനിൽ എന്താവും? ഈ ഒരു ഇലക്ട്രിക്കൽ കറണ്ട് സ്റ്റോപ്പ് ആവുമ്പോൾ ഇവിടെ എന്താ? ഒരു സ്പ്രിങ് കൊടുത്തിട്ടുണ്ട് അല്ലേ? ആദ്യം ഈ സ്പ്രിങ് എന്താണ്? സാധാരണ പൊസിഷനിലായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു കറണ്ട് കൊടുക്കുമ്പോൾ അതിനെ കംപ്രസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അതിനെ കംപ്രസ് ചെയ്തു. ഓക്കെ, അത്രയും ഫോഴ്സ് നമ്മൾ ഈ ഒരു മാഗ്നറ്റ്, ഈ ഒരു ഫ്ലക്സ് കാരണം മുകളിലോട്ട് പോവുകയാണ്. ഓക്കെ, അതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ഫോഴ്സ് വരെ മുകളിലോട്ട് പോകുമ്പോൾ അപ്പോൾ എന്താവും? അത് കംപ്രഷൻ സ്റ്റേജിലാണ്. ഓക്കെ, ചുരുങ്ങി നിൽക്കുകയാണ്. എപ്പോഴാണോ ഈ ഒരു ഇവിടുത്തെ സപ്ലൈ കട്ടാവുന്നത് അപ്പോൾ എന്താവും? ഈ സ്പ്രിങ് ഇതിൻ്റെ ഒറിജിനൽ പൊസിഷനിലോട്ട് പോയി. തന്മൂലം എന്താവും? ഈ ഒരു കോറിനെ താഴോട്ട് വലിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, താഴോട്ട് വലിക്കുമ്പോൾ ഈ ഒരു പാസേജ് ക്ലോസ് ആവും. ക്ലോസ് ആയിട്ട് എന്താവും? ഇങ്ങോട്ട് ഇവാപ്പറേറ്ററിലോട്ട് പിന്നെ റെഫ്രിജറന്റ് മൂവ് ചെയ്യും? ഇല്ല. ഓക്കെ, ഇതാണ് എന്ത്? ഒരു സോളിനോയിഡ് വാൽവിൻ്റെ
വർക്കിംഗ്. ഓക്കെ, രണ്ട് വർക്കിംഗ് ആണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്. ഒന്ന് കാപ്പിലറി ട്യൂബ് വെച്ച് നമ്മൾ വർക്കിംഗ് പഠിച്ചു. രണ്ടാമത്തതാണ് ഇത് എക്സ്പാൻഷൻ ഡിവൈസിൻ്റെ വർക്കിംഗ് ആണ് പറഞ്ഞത്. ഒന്ന് കാപ്പിലറി ട്യൂബ് വെച്ച് പഠിച്ചു. രണ്ടാമത്തത് എന്ത് പഠിച്ചു? നമ്മൾ സോളിനോയിഡ് വാൽവ് വെച്ച് എങ്ങനെ പ്രഷർ ഡ്രോപ്പ് ഉണ്ടാക്കുന്നതെന്ന് പഠിച്ചു. ഓക്കെ, ഇതിൻ്റെ നോട്ടിലോട്ടൊന്ന് നമുക്ക് കിടക്കാം. ഓക്കെ, എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് ഇതുവരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വർക്കിംഗ് ആയി നോക്കാം. When the solenoid coil is electrically energized, it produces a magnetic field that attracts the iron and may of its alloy ion. അത് ആ ഒരു അയണിനെ അട്രാക്റ്റ് ചെയ്യും. അയൺ കൊണ്ടോ അല്ലെങ്കിൽ ഇരുമ്പ് കൊണ്ടോ അല്ലെങ്കിൽ അലോയ്, ഓക്കെ, ഇരുമ്പിൻ്റെ അലോയ് കൊണ്ടാണ് ഇത് നിർമ്മിച്ചിട്ടുണ്ടാവുക എന്ന് പറഞ്ഞത്. അതായത് നമ്മുടെ കറണ്ട് കൊടുക്കുമ്പോൾ എന്താവും? ഇവിടെ മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാകും. ഓക്കെ, മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാകുന്നത് കാരണം ഈ ഒരു അയണിൻ്റെ കോറ് അട്രാക്റ്റ് ചെയ്യും. ഈ ഒരു ഭാഗത്തോട്ട് മാഗ്നറ്റിക് ഫ്ലക്സ് അട്രാക്റ്റ് ചെയ്യുമ്പോൾ എന്താവും? ഇത് മുകളിലോട്ട് വരും. ഓക്കെ, അതാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ദ അയൺ ആർമേച്ചർ ഈസ് ഡ്രോൺ അപ്പ് ഇൻ ടു ദ കോർ ഓഫ് ദ സോളിനോയിഡ്. അപ്പോൾ അത് കാരണം മുകളിലോട്ട് മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാകുന്നത് കാരണം മുകളിലോട്ട് അത് മൂവ് ചെയ്യുന്നതും. സോ ദാറ്റ് ദ വാൽവ് പോർട്ട് ഈസ് ഓപ്പൺ. അത് കാരണം ഇവിടുത്തെ വാൽവ് പോർട്ട് ഓപ്പൺ ആവും. ഓക്കെ, ഇതൊക്കെ ഞാൻ വർക്കിംഗ് കറക്റ്റായിട്ട് പറഞ്ഞതാണ്. അപ്പം എന്താ മുകളിലോട്ട് പോകുന്നത് കാരണം പ്ലഞ്ചറും കൂടി മുകളിലോട്ട് പോകില്ല. അത് കാരണം എന്താവും? നമ്മുടെ ഈ ഒരു വാൽവ് ഓപ്പൺ ആവുന്നു. അപ്പം എന്താ അവിടെ ഫ്ലോ നടക്കുന്നു. അതായത് ആ ഒരു ഫ്ലോനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും. അപ്പോൾ എന്താവും? അവിടെ പ്രഷർ ഡ്രോപ്പ് ഒക്കെ ഉണ്ടാകുന്നു. ഇനി അടുത്തത്, വെൻ ദ സോളിനോയിഡ് വാൽവ് ഈസ് ഡി എനർജൈസ്ഡ്, അതായത് കറണ്ട് സപ്ലൈ നിർത്തിയാൽ ദ അയൺ ഓർ പ്ലഞ്ചർ ഫാൾസ് ആൻഡ് ദ പൊപ്പറ്റ് ക്ലോസ് ദ വാൽവ് പോർട്ട്. എന്താവും? നമ്മൾ എപ്പോഴാണ് സപ്ലൈ നിർത്തുന്നത് അപ്പം എന്താവും? ഈ ഒരു വാൽവ് ഇവിടെ ക്ലോസ് ആവും. ഓക്കെ, പൊപ്പറ്റ് വാൽവ് ഇവിടെ ഈ ഒരു പ്ലഞ്ചർ ക്ലോസ് ആവും. ഓക്കെ, ആ ഒരു വാൽവ് അവിടെ ക്ലോസ് ആക്കുകയാണ് ചെയ്യുന്നത്. കറണ്ട് കൊടുക്കാകുമ്പോൾ ഈ ഒരു സ്പ്രിങ്ങിൻ്റെ ഫോഴ്സ് കാരണം തിരിച്ച് ഇതിൻ്റെ ഒറിജിനൽ പൊസിഷനിലോട്ട് വന്ന് നിൽക്കും. ഓക്കെ, അങ്ങനെ ഇത് ഓപ്പണും ക്ലോസ് ആക്കിയിട്ടാണ് എന്ത് നമ്മുടെ ഈ ഒരു ലിക്വിഡ് ഹൈ പ്രഷറിൽ കണ്ടൻസറിൽ നിന്ന് വരുന്ന ഹൈ പ്രഷറിലുള്ള ലിക്വിഡിനെ ലോ പ്രഷറിലോട്ടായിട്ട് മാറ്റുന്നത്. ഓക്കെ, സോളിനോയിഡ് വാൽവ് വെച്ച് എങ്ങനെയാണ് മാറ്റുന്നത് എന്നാണ് എന്ത് ഈ ഒരു സെക്ഷനിൽ നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇത്രയാണ് എന്ത് ഈ ഒരു ഇന്നത്തെ സെക്ഷനിൽ ഞാൻ എടുത്തത്. അപ്പോൾ ഇന്നത്തെ സെക്ഷനിൽ എന്താ പറഞ്ഞത്? എന്താണ് എക്സ്പാൻഷൻ ഡിവൈസസ് എന്ന് പറഞ്ഞു, എന്താണ് അതുകൊണ്ടുള്ള ഉപകാരം എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, ഇതിൽ പിന്നെ അടുത്തെന്തായിട്ടെന്ന് പറഞ്ഞത് ടൈപ്സ് ഓഫ് എക്സ്പാൻഷൻ ഡിവൈസസ്. ഓക്കെ, ഏതൊക്കെ ടൈപ്പ്? 8 ടൈപ്പായിട്ട് ഞാൻ പറഞ്ഞു. 8 ടൈപ്പ് എക്സ്പാൻഷൻ ഡിവൈസസിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അത് കഴിഞ്ഞിട്ട് അതിൽ ഒന്നാമത്തെ ടൈപ്പായിട്ടുള്ള കാപ്പിലറി ട്യൂബിനെ കുറിച്ച് നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്തു. എന്താണ് കാപ്പിലറി ട്യൂബ്, എങ്ങനെയാണ് അവിടെ പ്രഷർ ഡ്രോപ്പ് ഉണ്ടാകുന്നത് എന്നൊക്കെ വളരെ കൃത്യതയോടുകൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ അടുത്ത ടൈപ്പായിട്ടുള്ള നമ്മളെ സോളിനോയിഡ് വാൽവ് ഉപയോഗിച്ച് എങ്ങനെയാണ് ആ ഒരു മെക്കാനിസം എക്സ്പാൻഷൻ ഡിവൈസ് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നുള്ള അടുത്ത വർക്കിങ്ങും ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സെക്ഷൻ വൃത്തിയായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഈ ഒരു വർക്കിംഗ് മനസ്സിലായില്ലെങ്കിൽ 1-2 പ്രാവശ്യമൊക്കെ ഈ വീഡിയോ ഒന്ന് കാണുക, എന്നിട്ട് വളരെ കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, ഇതിൽ സിമ്പിളായിട്ടുള്ളൊരു മെക്കാനിസം, കാപ്പിലറി ട്യൂബ് ആണെങ്കിലും സോളിനോയിഡ് വാൽവ് ആണെങ്കിലും എന്താ കറക്റ്റ് ഒരു സിമ്പിളായിട്ടുള്ള ഒരു മെക്കാനിസം ആണ്. ഓക്കെ, അപ്പോൾ വൃത്തിയായിട്ട് പഠിക്കുക, നല്ല രീതിയിൽ പഠിക്കുക. ഈ ഒരു ഭാഗമൊക്കെ നോട്ടിൽ എഴുതുക. ഓക്കെ, നിർബന്ധമായാലും ഈ ഒരു ഭാഗം നോട്ടിൽ എഴുതുക, ഫിഗറൊക്കെ വരക്കുക. ഓക്കെ, കാപ്പിലറി ട്യൂബിൻ്റെയും ഈ ഒരു ഫിഗറൊക്കെ വരക്കുക കേട്ടോ. ഈ ഒരു ഫിഗർ ഇത് ഓപ്പൺ ആയിട്ടുള്ള സ്റ്റേജാണ്, ഇത് ക്ലോസ് ആയിട്ടുള്ള സ്റ്റേജാണ്. ഇതൊക്കെ എന്താവും? ഫിഗർ വേണം. പിന്നെ ഈ ഒരു നോട്ട് PPTയിൽ കൊടുത്തുള്ള നോട്ട് എഴുതുക. പിന്നെ മലയാളത്തിൽ ഇതിൻ്റെ വർക്കിംഗ് ഒക്കെ നിങ്ങൾ മലയാളത്തിൽ എഴുതി വെക്കുകയും ചെയ്യുക. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. ഓക്കെ, ഇപ്പോൾ വ്യാഴാഴ്ച എക്സാം കൊടുത്തിട്ടുണ്ട്. എക്സാമിന് ഈ ഭാഗങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഈ ഒരു എല്ലാ ഭാഗങ്ങളും ഇതുവരെ എടുത്ത എല്ലാ സ്റ്റാഫും എടുത്ത എല്ലാ ഭാഗങ്ങളും കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ താങ്ക് യു.